Good morning, all. Welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നുള്ള കണ്ടിന്യൂഷൻ. സോ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇതിന്റെ ബേസിക്സ് ഒക്കെ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ കാന്റിലിവർ ബീമിന്റെ 2 സ്റ്റാൻഡേർഡ് കേസസിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഞാനൊരു എക്സസൈസ് തന്നിരുന്നു. നിങ്ങൾ എല്ലാവരും നന്നായി ചെയ്തു. ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു. ഒരുപാട് പേർക്ക് സംശയങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് സെക്ഷൻ അടുത്ത 2-3 ക്ലാസ്സുകളിൽ കൂടെ കുറച്ച് സ്റ്റാൻഡേർഡ് ലോഡിംഗ് കേസസ് ആണ് ചെയ്യുക. സോ ഈ സ്റ്റാൻഡേർഡ് ലോഡിംഗ് കേസസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ബീമിൽ തന്നെ പല ലോഡ്സ് തന്നാൽ അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്ര സമയം എടുത്തിട്ട് സ്റ്റാൻഡേർഡ് ലോഡിംഗ് കേസസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കാന്റിലിവർ ബീം വിത്ത് യൂണിഫോംലി വേരിയിങ് ലോഡാണ്. സോ നമ്മൾ പോയിന്റ് ലോഡ് കണ്ടു, UDL കണ്ടു. ഇനി കാണാൻ പോകുന്നത് യൂണിഫോംലി വേരിയിങ് ലോഡാണ്. സോ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരച്ച BMD ഞാൻ ഒന്നും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അവസാനം ചെയ്തത് ഒരു കാന്റിലിവർ ബീം വിത്ത് UDL ആയിരുന്നു. അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ വരച്ചിരുന്നു. ഇതാണ് വരച്ചത് അല്ലെ. ഇതില് നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇനി അങ്ങോട്ട് നമ്മൾ വരയ്ക്കുന്ന പല ഷേപ്സിലും വരാൻ സാധ്യതയുള്ള, നമ്മൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്ത, എന്നാൽ ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പോവാണ്. സോ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ദിസ് ഈസ് ദ BMD ആൻഡ് ദിസ് ഈസ് നോട്ട് ദ BMD അല്ലെ. നമ്മളിത് എക്സ് സ്ക്വയർ എന്ന ടേം ഉള്ളത് കൊണ്ട് ഇത് പാരാബോളിക് വേരിയേഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ 2 പോയിന്റ് വരച്ചു കഴിഞ്ഞിട്ട് അതിന് ജോയിൻ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ എന്നുള്ള ടേം ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ഉള്ള യൂണിറ്റ് അതൊരു പാരാബോളിക് വേരിയേഷൻ ആണെന്ന് മാത്സ് വഴി നമുക്കറിയാം. സോ പാരാബോളയാണ് വരയ്ക്കേണ്ടത്. പക്ഷെ പാരാബോള ഇങ്ങനെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ എന്നില്ല. പാരാബോള ക്യാൻ ബി ലൈക്ക് ദിസ് ഓൾസോ. കണ്ടോ, നമ്മൾ ഇങ്ങനെയാണ് പാരാബോള വരച്ചത് അല്ലെ. അതിന്റെ ഉള്ളിലോട്ട് കർവ് വരുന്ന രീതി വരച്ചു. പക്ഷെ പാരാബോള ക്യാൻ ബി ലൈക്ക് ദിസ് ഓൾസോ. അതിന്റെ പുറത്തോട്ട് കർവ് വരുന്ന പോലെയും പാരാബോള വരയ്ക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നില്ല എന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഈവൻ ലോഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുമ്പോഴും ഇങ്ങനെ പാരാബോള കർവ് വരയ്ക്കേണ്ട സമയത്ത് കർവ് ഉള്ളിലോട്ടോ കർവ് പുറത്തോട്ടോ വരേണ്ട ചാൻസ് ഉണ്ടാവാം. അത് ഏതൊക്കെ സമയത്താണ് നമ്മൾ വരയ്ക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ഡിസ്കഷൻ ആണെന്ന് വിചാരിച്ചാണ്. നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ പാരാബോള വരയ്ക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കേസിൽ ഉള്ളിലോട്ട് കർവ് വരുന്ന രീതിയിൽ വരയ്ക്കുന്നു, നോട്ട് ലൈക്ക് ദിസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അവസാനം ഡിസ്കസ് ചെയ്ത റിലേഷൻസ് ആണ്. നമ്മൾ അവസാനം പറഞ്ഞ റിലേഷൻസ് നമുക്ക് ഓർമ്മയുണ്ടല്ലേ. വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ഓഫ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു സ്പാൻ. ഈ ലെങ്ത് മാറുന്നതിനനുസരിച്ച് നമ്മൾ ലെങ്ത്തിന്റെ ഡിഫറൻഷ്യൽ മൊമെന്റിന്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ അത് ഷിയർ ഫോഴ്സ് ആണെന്ന് ഒരു റിലേഷൻ പഠിച്ചിരുന്നു. dm/dx is equal to F അല്ലെ. dm/dx is equal to F. F is the shear force. ഇതിന്റെ അർത്ഥം നമ്മൾ അന്ന് വേറൊരു താഴെ ഒരു ചെറിയ പച്ച കളറിൽ വേറൊരു കാര്യം എഴുതിയിരുന്നു അല്ലെ. നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dm/dx ആണ്. മൊമെന്റ് ആണ് വരയ്ക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് dm/dx. ഷിയർ ആണ് വരയ്ക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് df/dx. അതാണ് സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണല്ലോ. അപ്പൊ നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ ടാൻ തീറ്റ എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻഷ്യൽ ഓഫ് അതിന്റെ y ആക്സിസ് ബൈ x ആക്സിസ് ആണ് സാധാരണഗതിയിൽ വരിക. സോ ഷിയർ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ദ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഷിയർ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് സ്ലോപ്പ് ഓഫ് bending moment diagram എന്ന് വെച്ചാൽ if we take the slope of bending moment diagram we get the shear force. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റിലെയും bending moment diagramത്തിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ we will get shear force value. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. dm/dx is equal to F. ഈ ഒരു റിലേഷൻ വെച്ചാണ് നമ്മൾ ഇതിൽ ഏത് കർവാണ് വേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞത്. സോ ഈ കർവാണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചാണ്. നമുക്ക് നോക്കാം. ഞാൻ ഓരോ കേസസ് ആയിട്ട് പറയാം. സോ ഫസ്റ്റ് വൺ അറ്റ് x is equal to L. x is equal to L എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാ ഫിക്സ്ഡ് എൻഡ് അല്ലെ. ഈ ഫിക്സ്ഡ് എൻഡ് ആണ് നമ്മൾ പറയുന്നത്. സോ ഫിക്സ്ഡ് എൻഡ് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം. ഫിക്സ്ഡ് എൻഡ് ഷിയർ ഫോഴ്സ് മാക്സിമം ആണ് അല്ലെ. ഇങ്ങോട്ടൊന്ന് 0 ആയിരുന്നു. 0 കൂടി ഫിക്സ്ഡ് സപ്പോർട്ട് എത്തുമ്പോൾ WL, ദാറ്റ് ഈസ് മാക്സിമം ഷിയർ. സോ ഷിയർ ഈസ് നത്തിങ് ബട്ട് സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അല്ലെ. Shear is the slope of bending moment diagram.
സോ ഷിയർ മാക്സിമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. ഓക്കെ, ഷിയർ ഈസ് മാക്സിമം മീൻസ് the slope of the bending moment diagram should be maximum. Slope of bending moment diagram should be maximum. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഷിയർ മാക്സിമം ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആ ഫിക്സഡ് പോയിന്റിൽ ഇപ്പൊ എക്സ് ഇസിക്കൽ ടു എൽ എന്ന് പറഞ്ഞ പൊസിഷനാണ് എടുത്തത്. എക്സ് ഇസിക്കൽ ടു എൽ എന്ന പൊസിഷനിൽ ഷിയർ മാക്സിമം ആണ്. അപ്പൊ എക്സ് ഇസിക്കൽ ടു എൽ എന്നുള്ള പൊസിഷനിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ്, ആ കർവിന്റെ സ്ലോപ്പ് ഷുഡ് ബി ദ മാക്സിമം പോസിബിൾ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ വരച്ച രണ്ട് കേസ്, ഇവിടെ ശരിയാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞ രണ്ട് കേസസ് വെച്ച് നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്യുക. സ്ലോപ്പ് മാക്സിമം ആണോ സ്ലോപ്പ് മിനിമം ആണോ എന്ന്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വരച്ചതുപോലെ നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കാൻ WL²/2 x is equal to L 0 at x is equal to 0 നമ്മൾ ആദ്യം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ കർവ് വരയ്ക്കുന്നതിന് മുമ്പ് വരച്ച ലൈൻ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കർവ് വരയ്ക്കണം അല്ലേ? ആ കർവിന്റെ സ്ലോപ്പാണ് നമ്മൾ രണ്ട് കേസിന് നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ കേസ് എടുത്തു. ആദ്യത്തെ സ്ലോപ്പിന് ഞാൻ കർവ് 1 എന്ന് വരച്ചു, ഒരു നീല കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ല. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന സ്ലോപ്പ് അതാണ് കർവ് 1. സോ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ടാൻജന്റ് വരച്ചു, അതിന്റെ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഞാൻ ആ ടാൻജന്റ് വരച്ചിട്ടില്ല. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാല്ലേ, ഈ പോയിന്റിലോട്ട് ടച്ച് ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ, അതാണ് ടാൻജന്റ് എന്ന് പറയുക. ആ ടാൻജന്റിൽ നിന്ന് ഹൊറിസോണ്ടലിലേക്കുള്ള ആംഗിളിലാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയാം. ഓക്കെ, ഞാൻ ആ കർവിന്റെ സ്ലോപ്പ് വരച്ചിട്ടുണ്ട്. നമ്മൾ വരച്ച കർവിന്റെ സ്ലോപ്പ് വരച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ കർവ് കണക്ട് ചെയ്ത് വരച്ചിരുന്നത്. ആ കർവിന്റെ സ്ലോപ്പാണ് ഇത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടലും ടാൻജന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ടാൻജന്റ് വരച്ചില്ലാന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഫസ്റ്റ് കർവ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കേസ്, നമ്മൾ ഇതല്ല കേസ് എന്ന് പറഞ്ഞ കർവിന്റെ സ്ലോപ്പ് നോക്കാം. ഇതാണ് നമ്മുടെ കർവ് അല്ലേ? അതിന്റെ സ്ലോപ്പ് ഇവിടെ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ പോകുന്നു. സോ ആ കർവിന്റെ സ്ലോപ്പ് ഞാൻ വരച്ചു. ഇതാണ് കർവ്, അതിന്റെ സ്ലോപ്പ് വരച്ചു. കണ്ടോ, ഇവിടെ θ2 ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ θ1 എന്ന് പറയുന്നത് ഒന്നാമത്തെ കേസ്, θ2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസ്. ഈ കർവിന്റെ ഷേപ്പ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇതാണ് നമ്മൾ രണ്ടാമത്തെ കേസിൽ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ കേസിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇനി രണ്ട് സ്ലോപ്പ് നോക്കുക. ഇത് θ1, ഇത് θ2. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കർവിന്റെ ടാൻജന്റുമായിട്ട് ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, സോ θ1, θ2. θ1 എന്ന് പറഞ്ഞാൽ ഹൈ സ്ലോപ്പ് ആണ് അല്ലേ? θ1 ഈസ് ഹൈ സ്ലോപ്പ്. θ2 എന്ന് പറഞ്ഞാൽ ഈ അറ്റത്തോട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് 0 ആണ്. നോക്കിക്കേ, ഇങ്ങേ അറ്റത്തോട്ടൊരു ലൈൻ ഇവിടെ നിന്ന് വരച്ചാൽ സ്ലോപ്പ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. ഇറ്റ് ഈസ് 0. കർവ് 2 ഓൾമോസ്റ്റ് 0 സ്ലോപ്പ് ആണ്. ഓക്കെ, ഇതാണ് രണ്ട് കർവിന്റെ സ്ലോപ്പ് നമ്മൾ വരച്ചത്. നമ്മൾ വരച്ച രണ്ട് കേസിൽ കർവിന്റെ സ്ലോപ്പ് വരച്ചു. സോ കർവ് 1 എന്ന് പറയുന്നത് ഹൈ സ്ലോപ്പ് ഉള്ള കർവാണ്. കർവ് 2 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0 സ്ലോപ്പ് ഉള്ള കർവാണ്. നമ്മളിവിടെ പറഞ്ഞ എന്താ? അറ്റ് x is equal to shear is maximum. When shear is maximum, slope should be maximum. When shear is maximum, slope should be maximum. That means the curve 1 high slope is correct അല്ലെ? ഇവിടെ ഈ രണ്ട് കർവ് കമ്പയർ ചെയ്താൽ കർവ് 1 ആണ് ശരി, കാരണം അവിടെയാണ് ഹൈ സ്ലോപ്പ് വരുന്നത്. ആ പോയിന്റിൽ ഷിയർ മാക്സിമം ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കറക്റ്റ്. ഇനി കർവ് 2 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഷിയർ മാക്സിമം ആണ്, പക്ഷെ സ്ലോപ്പ് 0 ആണെന്ന് പറഞ്ഞാൽ എന്താ? തെറ്റാണ്. സോ സ്ലോപ്പ് ഷുഡ് നോട്ട് ബി 0 അറ്റ് ദാറ്റ് പോയിന്റ്. കാരണം എന്താ? ഷിയർ മാക്സിമം ആയിട്ടുള്ള പോയിന്റ് ആണ് ഫിക്സ്ഡ് എൻഡ് എന്ന് പറയുന്നത്. അവിടെ കർവിന്റെ സ്ലോപ്പ് ഷുഡ് ബി ഹയർ, എന്നാലേ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് മാച്ച് ആവുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 0 സ്ലോപ്പ്. ദാറ്റ് മീൻസ് ദിസ് കർവ് 2 ഈസ് റോങ്, കർവ് 1 ഈസ് റൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കർവ് 1 ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അപ്പുറത്തെ അറ്റം ഇത് ജസ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക. എപ്പോഴും പ്രോബ്ലത്തിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഞാൻ എപ്പോഴും ഇത് ഡിസ്കസ് ചെയ്തൊന്നും വരില്ല. നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടായിരിക്കണം. ബിക്കോസ് ഇങ്ങനെ ഒരു കർവ് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ കർവ് ഡിസൈഡ് ചെയ്തു, പാരാബോളന്റെ കർവ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ വെച്ചാണ്, സ്ലോപ്പ് ബേസ് ചെയ്താണ്. ഓക്കെ, ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആ പോയിന്റിൽ നോക്കുക. ആ പോയിന്റിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹൈ സ്ലോപ്പ്. സോ ഹൈ സ്ലോപ്പ് ഉള്ള കർവാണ് നമ്മൾ വരയ്ക്കേണ്ടി വരിക. ഓക്കെ, അടുത്തത് അറ്റ് x is equal to 0. ഇതാണ് x is equal to 0 എന്നുള്ള പോയിന്റ് അല്ലേ? സോ x is equal to 0 എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ എൻഡ് ആണ്. ഇപ്പൊ ഫ്രീ എൻഡിലെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കിക്കേ, ഫ്രീ എൻഡിലെ ഷിയർ ഫോഴ്സ് എത്രയാ? 0 ആണല്ലേ? ഇതാണ് ഫ്രീ എൻഡ് അല്ലേ? ഫ്രീ എൻഡ് എന്ന് പറഞ്ഞാൽ x is equal to 0. നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നോക്കിയാൽ ഷിയർ ഫോഴ്സ് 0 ആണ്. സോ ഷിയർ ഫോഴ്സ് ഈസ് 0. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഷുഡ് ഓൾസോ ബി 0. ഷിയർ ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് 0 ആയിരിക്കണം ആസ് പെർ ദിസ് ഇക്വേഷൻ. അതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നേരത്തെ പോലെ നമ്മൾ
WL²/2 0 മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് എനിക്ക് കണക്ട് ചെയ്തൊരു കർവ് വരയ്ക്കണം. ഒന്നാമത്തെ കേസിൽ നമ്മൾ വരച്ചിരിക്കുന്ന കർവ് നോക്കുക. ഈ കർവ് ഞാൻ ഇങ്ങോട്ട് റീഡ്രോ ചെയ്യാണ്. നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന കർവ് ഇങ്ങോട്ട് റീഡ്രോ ചെയ്യാണ്. നോക്കുക, ഇങ്ങനെയാണ് ആ കർവ് പോകുന്നത് അല്ലേ? ഇങ്ങനെയാണ് കർവ് പോകുന്നത്. അതിന്റെ കർവ് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ കർവ് ഇങ്ങനെയാണ് നമ്മൾ വരച്ചത്. സോ അതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 0 സ്ലോപ്പാണ്. രണ്ടാമത്തെ കർവ് എടുത്തു. ഇതാണ് രണ്ടാമത്തെ കർവ്. നോക്കിക്കേ, ഇതാണ് രണ്ടാമത്തെ കർവ്. ഈ ഷേപ്പുമായിട്ട് മാച്ച് ആവുന്നില്ലേ? സോ അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ θ2 ആണ്. ഓക്കെ, ഇതൊന്നാമത്തെ കർവ് ഉള്ളിലോട്ട് കർവ് പോകുന്ന പോലെ, രണ്ടാമത്തെ കർവ് പുറത്തോട്ട് കർവ് വരുന്ന പോലെ. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് θ2 ആണ്. നമ്മൾ പറഞ്ഞു x = 0 ഷിയർ 0 ആണ് അല്ലെ? ഷിയർ 0 ആകുമ്പോൾ സ്ലോപ്പ് ഷുഡ് ബി ഓൾമോസ്റ്റ് 0. ഷിയർ 0 ആകുന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ദ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. സോ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ഇഫ് യു ടേക്ക് ദ ഫസ്റ്റ് കർവ്, കർവ് 1 ഈസ് 0 സ്ലോപ്പ് അല്ലെ? ഓൾമോസ്റ്റ് 0 സ്ലോപ്പ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് വരുന്ന അവിടെ നിന്ന് ഒരു ടാൻജന്റ് വരച്ചിട്ട് അതിന്റെ ആംഗിൾ എടുത്ത് ഓൾമോസ്റ്റ് 0 ആയിരിക്കും അല്ലെ? ഇനി രണ്ടാമത്തെ കേസ് എടുത്തു. രണ്ടാമത്തെ ഈ പച്ച ലൈൻ എന്ന് പറയുന്നത് കർവ് 2 ദാറ്റ് ഈസ് ഹാവിങ് ഹൈ സ്ലോപ്പ്. നമ്മുടെ പോയിന്റിൽ പക്ഷേ ഏതാ ആവശ്യം? കർവ് 1 0 സ്ലോപ്പ് ആണ്. ഇവിടുത്തെ ഷിയർ ഫോഴ്സ് 0 ആണ്. 0 ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഷുഡ് ബി ഓൾസോ 0. സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഓൾസോ ഷുഡ് ബി 0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റൈറ്റ്. Whereas for curve 2, the slope is high. സ്ലോപ്പ് ഹൈ ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഹൈ ആണെന്ന് അർത്ഥം. പക്ഷെ ഇവിടെ ഷിയർ ഫോഴ്സ് 0 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റോങ്. സോ ദ കർവ് 1 ഈസ് കറക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഈ ലൈനും ഇവിടെ നിന്ന് ഇങ്ങനെയും വരച്ച് ഉള്ളിലോട്ട് പോകുന്ന ഒരു പാരാബോള വരയ്ക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് കർവ് ഈസ് റോങ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ കർവ് വരയ്ക്കാത്തത്. നിങ്ങളൊരു തെറ്റ് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നില്ല, നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കർവ് വരയ്ക്കുന്നതെന്ന് പറയാനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഇനിയുള്ള പ്രോബ്ലത്തിന് നമ്മൾ കർവ്സ് ഇതുപോലെ വരയ്ക്കും, പാരാബോളയിലെ കർവ് വരയ്ക്കും. അപ്പൊ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തത് വരില്ല. So just you have to identify that or understand that what we are doing is based on this equation. Slope of bending moment diagram is the shear force എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നു. സോ ഷിയർ ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ആ കർവിന്റെ സ്ലോപ്പ് 0 ആയിരിക്കണം. ഇനി ഷിയർ ഫോഴ്സ് ആ പോയിന്റിൽ മാക്സിമം ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ പോയിന്റിൽ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ആ കർവിന്റെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഈ കർവ് പാരാബോളയ്ക്ക് വരയ്ക്കാം. സെയിം തിങ് നമ്മൾ ലോഡിനും അപ്ലൈ ചെയ്യും അല്ലെ? ഇപ്പൊ നമ്മൾ ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു dm/dx എന്ന് പറഞ്ഞതുപോലെ ലോഡിംഗ് ഈസ് ഈക്വൽ ടു dF/dx എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ഈസ് നത്തിങ് ബട്ട് ലോഡ് ഇന്റൻസിറ്റി. അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ഈസ് ഈക്വൽ ടു ലോഡ് ഇന്റൻസിറ്റി. അതിന്റെ അർത്ഥം എന്താ? ലോഡ് മാക്സിമം ആവുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. ലോഡ് 0 ആവുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് 0 ആയിരിക്കണം. നമുക്ക് ഇതുവരെ ഒരു പാരാബോളിക് ഷിയർ ഫോഴ്സ് വന്നിട്ടില്ല അല്ലെ? നമ്മുടെ കേസിലെല്ലാം നമ്മൾ ഒരു പോയിന്റ് ലോഡും ഒരു UDL തന്നെ. UDL ആകുമ്പോൾ സ്ട്രെയിറ്റ് ലീനിയർ ലൈൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അതൊരു പോയിന്റ് ലോഡ് ആണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോംലി വേരിയിങ് ലോഡാണ്. ലോഡ് ഇതുപോലെ വേരി ചെയ്യുന്നു. ആ കേസിനാണ് നമുക്കൊരു പാരാബോളിക് കർവ് വരിക. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് ലോഡിന്റെ കർവ് ബേസ് ചെയ്തിട്ട്, ലോഡിന്റെ ഡയഗ്രം ബേസ് ചെയ്തിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ പാരാബോളിക് കർവ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ് us go to the problem. Our third case is cantilever beam with UVL throughout the span. UVL എന്ന് പറഞ്ഞാൽ യൂണിഫോംലി വേരിയിങ് ലോഡ് ത്രൂഔട്ട് ദ സ്പാൻ. നമുക്കൊരു കാന്റിലിവർ ബീം ഉണ്ട്. ആ കാന്റിലിവർ ബീമിന്റെ സ്പാന് എല്ലാം എന്ന് വിചാരിക്കാം. സോ ദർ ഈസ് എ യൂണിഫോംലി വേരിയിങ് ലോഡ്. യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കുലർ ടൈപ്പ് ഓഫ് ലോഡാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ അർത്ഥം ഒരു പോയിന്റിൽ W ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഫ്രം 0 to W. സോ ഫ്രീ എൻഡിൽ 0 ആയിരുന്ന ലോഡ് W വരെ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, ഒരു ലീനിയർ ഫാഷനിൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് വിളിക്കുക. സോ ഈ യൂണിഫോംലി വേരിയിങ് ലോഡിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രമാണ് നമ്മൾ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. സോ ലെറ്റ് us start. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം അല്ലെ? സോ കൺസിഡർ എ സെക്ഷൻ XX at a distance x from the free end. സോ ഞാൻ ബീം വരച്ചു. ആ ബീമിന്റെ ഫ്രീ എൻഡിൽ നിന്ന് X ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. XX ഡിസ്റ്റൻസിൽ XX എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ബാക്കിയുള്ള പ്രോബ്ലംസും ഈ പ്രോബ്ലവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ UDL വരച്ചപ്പോൾ എല്ലാ പോയിന്റും എടുത്താൽ അവിടെ എല്ലാം W kN/m ആയിരുന്നു ലോഡ് എന്ന് പറയാം.
പക്ഷെ ഇവിടെ എല്ലാ പോയിന്റിലും W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ല. കാരണം എന്താ, ഇവിടെ 0 തൊട്ട് W വരെ കൂടി വരിക അല്ലെ. നേരത്തെ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും, ഫുള്ള് W ആയിരിക്കും. ഇവിടെ 0 തൊട്ട് W വരെ കൂടിക്കൊണ്ടുവരിക. അതിന്റെ അർത്ഥം എന്താ, ഈ പോയിന്റിൽ എടുക്കുന്ന ഫോഴ്സ് ആയിരിക്കില്ല ഈ പോയിന്റിൽ വരെ, ഈ പോയിന്റിലെ ഫോഴ്സ് ആയിരിക്കില്ല ഈ പോയിന്റിൽ, ഈ പോയിന്റിലെ വെയിറ്റ് ആയിരിക്കില്ല ഇവിടെ. സോ ഇവിടെ ഏറ്റവും ലാസ്റ്റ് W ഉണ്ട്, ഇവിടെ 0 ഉണ്ട്, അത് ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നു. സോ എക്സ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് ഫോഴ്സ് എത്രയാണ്, ലോഡിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. മനസ്സിലായോ? നമ്മൾ നേരത്തെ ഒരു UDL ആണെങ്കിൽ ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താലും എൽ എന്ന് പറഞ്ഞ പോയിന്റ് x=L ഏത് പോയിന്റ് എടുത്താലും അവിടെയൊക്കെ W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ളതാണ് ലോഡ് ഇന്റൻസിറ്റി. ലോഡ് ഇന്റൻസിറ്റി മാറുന്നില്ല UDLന്റെ കേസിൽ. പക്ഷെ ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഇവിടെ 0 ആണ്, ആ 0-നേക്കാൾ കുറച്ചുകൂടി ഇന്റൻസിറ്റിയാണ് ഈ പോയിന്റിൽ, കുറച്ചുകൂടി ഇന്റൻസിറ്റിയാണ് ഇവിടെ, കുറച്ചുകൂടി ഇന്റൻസിറ്റിയാണ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ. പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു, അവസാനം അതിന്റെ ഫിക്സഡ് എൻഡ് എത്താകുമ്പോൾ W എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഓരോ പോയിന്റ് എടുത്താലും അതിന്റെ ലോഡ് ഇന്റൻസിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുമ്പോൾ ആ എക്സ് എന്ന് പറഞ്ഞ സെക്ഷനിലെ ലോഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്ത് അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇപ്പൊ ഇവിടെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം കൺസിഡർ ചെയ്ത് അവിടുത്തെ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു ഹൈറ്റ് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഡ് കാൽക്കുലേഷൻ പറ്റില്ല. സോ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ നമുക്ക് ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ ഡബ്ല്യുവിന്റെ ഇന്റൻസിറ്റിനെ ഞാൻ തൽക്കാലത്തേക്ക് WX എന്ന് വിളിച്ചു. ഈ WX എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ, ഫ്രീ എൻഡിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ലോഡ് ഇന്റൻസിറ്റി എത്രയാണെന്നാണ്. സോ W എന്ന് പറഞ്ഞാൽ x=L-ലാണ്, 0 എന്ന് പറഞ്ഞാൽ x=0 ആണ്. അതുപോലെ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ലോഡിന്റെ ഇന്റൻസിറ്റി WX ആണെന്ന് വിചാരിക്കും. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു സംശയം ഈ എക്സ് എന്താണെന്നാണ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്, ഓൾജിബ്രിക് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ സാധാരണ അറിയാത്തൊരു ക്വാണ്ടിറ്റി. ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് സ്ഥലമല്ല, ഈ 0 തൊട്ട് L വരെ മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ലെങ്ത് ആണ്. അതുകൊണ്ടാണ് x=0 എന്ന് പറഞ്ഞാൽ ഫ്രീ എൻഡും x=L എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ എക്സ് എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് പോയിന്റ് അല്ല, അത് ഓർത്തിരിക്കുക. അപ്പൊ WX എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡബ്ല്യുവിന്റെ വാല്യൂ ആണ്. സോ x=0 എന്ന് പറഞ്ഞാൽ WX 0 ആയിരിക്കും, x=L എന്ന് പറഞ്ഞാൽ WX=W. സോ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർബിട്രറി വാല്യൂ ആണെന്ന് ഓർത്തിരിക്കുക. അതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതാൻ വേണ്ടി, ജനറലൈസ് ചെയ്ത് ഒരു ഇക്വേഷൻ എഴുതാൻ വേണ്ടി എടുക്കുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പേര് സംശയം ചോദിച്ച കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. സോ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലെ ലോഡ് ഇന്റൻസിറ്റി, അത് മൂവ് ചെയ്യുന്ന ലോഡ് ഇന്റൻസിറ്റി ആണല്ലേ. സോ x=0 ആകുമ്പോൾ WX 0 ആവും, x=L ആകുമ്പോൾ WX W ആവും. അങ്ങനെയാണ് എക്സിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. സോ എക്സ് ഡിസ്റ്റൻസിലെ ലോഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ പോകുന്ന പഴയ മാത്സിലോട്ടാണ്. മാത്സിൽ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. സിമിലർ ട്രയാങ്കിൾസിന്റെ ഇക്വേഷൻ ആണ് ഇതല്ലേ. ഒരു സൈഡ് ഉണ്ട്, സിമിലർ ട്രയാങ്കിൾസിന്റെ പല കണ്ടീഷൻസിലൊന്ന്, രണ്ട് സൈഡ് ഈക്വൽ ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ, നമ്മുടെ സൈഡ്സ് തമ്മിൽ പ്രൊപ്പോർഷൻ ആണെങ്കിൽ അത് സിമിലർ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സൈഡ്സ് പ്രൊപ്പോർഷൻ ആണ്, ഒരു വലിയ ട്രയാങ്കിളിന്റെ അകത്താണ് ഒരു ചെറിയ ട്രയാങ്കിൾ ഇരിക്കുന്നത്. സോ ആ പ്രൊപ്പോർഷണാലിറ്റി വെച്ച് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, പണ്ട് നമ്മൾ മാത്സിൽ പഠിച്ചതാണ്. സോ WX എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെന്താണ്, ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഈ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ, ഈ ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ, മൗസ് പോയിന്റർ മൂവ് ചെയ്ത് നോക്കുക. ഈ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ് WX എന്ന് പറയുന്നത്. സോ WX/X, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ബേസ്. സോ ഈ ചെറിയ ട്രയാങ്കിളുടെ ഓൾട്ടിറ്റ്യൂഡ് ബൈ ഈ ചെറിയ ട്രയാങ്കിളുടെ ബേസ് WX/X ഈസ് ഈക്വൽ ടു വലിയ ട്രയാങ്കിളുടെ ഓൾട്ടിറ്റ്യൂഡ്, വലിയ ട്രയാങ്കിളുടെ ഓൾട്ടിറ്റ്യൂഡ് W ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളുടെ ലെങ്ത്. വലിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ തൊട്ട് ഈ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള റെക്ടാങ്കിൾ. സോ WX/X ഈസ് ഈക്വൽ ടു W/L. ഇതാണ് ലോഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് വെച്ച് എഴുതുന്ന ഇക്വേഷൻ. സോ WX/X ഈസ് ഈക്വൽ ടു W/L. നമ്മുടെ മാത്സിൽ പഠിച്ച കാര്യമാണ്. ഇത് വെച്ച് WX എന്തായിരിക്കും, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ WX ഈസ് ഈക്വൽ ടു W ഇൻറ്റു X ഡിവൈഡഡ് ബൈ L. സോ ഈ ഒരു ബീമിന്റെ 0 തൊട്ട് L വരെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മുടെ ലോഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് WX/L. യൂണിറ്റ് ഫോർ ടൈം ബീങ്സ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെ, പെർ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് പറയുന്നത്. സോ WX/L
എൽ എന്നാണ് ആ ഫിക്സഡ് പോയിന്റിലെ ലോഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ലോഡ് ഇന്റൻസിറ്റി കിട്ടി. സോ ഒരു UDL കിട്ടിയാൽ, സോറി UVL കിട്ടിയാൽ, യൂണിഫോംലി വേരിയിങ് ലോഡ് കിട്ടിയാൽ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ആ സെക്ഷനിലെ എക്സ് എന്ന് കൊടുത്തിട്ട് ആ എക്സിന്റെ ബേസിൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം അവിടുത്തെ ലോഡ് ഇന്റൻസിറ്റിക്ക് വേണ്ടി. അതാണ് നമ്മളിപ്പം ആദ്യം ചെയ്തത്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സ്റ്റെപ്പ് എന്താ, ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ XX. സോ സെക്ഷൻ XX എടുത്ത് അവിടുത്തെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. സോ ഷിയർ ഫോഴ്സ് അറ്റ് XX കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ ഇപ്പുറത്തുള്ള ഭാഗം അങ്ങോട്ട് മറക്കണം അല്ലെ, ഈ എൻ്റെ റീജിയൻ അങ്ങോട്ട് മറക്കുക. ഇനി നമ്മുടെ ബീമിൽ ഇത്രയും മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു എക്സ്പാൻഡ് ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ ഫോഴ്സ് ഒക്കെ എടുത്ത് അതിന്റെ ഓൾജിബ്രായിക് സം എടുക്കുന്ന കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ബീം എടുത്തു, ആ ബീമിൽ ഒരു സെക്ഷൻ എടുത്തു, സെക്ഷന്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഐദർ ടു ലെഫ്റ്റ് ഓർ ഐദർ ടു ദ റൈറ്റ് എടുക്കുന്ന റിസൾട്ടന്റ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയർ ഫോഴ്സ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ ഈ ഒരു സെക്ഷൻ എടുക്കുന്നു, കാരണം എന്താ, ഇപ്പുറത്തെ സെക്ഷൻ എടുത്താൽ അവിടെ റിയാക്ഷൻസ് വരും. അതുപോലെ ഒരു ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ട്രപ്പീസോയിഡൽ ഷേപ്പാണ്. ആ ട്രപ്പീസോയിഡൽ ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിച്ച് അവിടുന്ന് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ട്രപ്പീസോയിഡ് ആണ്, പ്ലസ് ഇവിടെ സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ടിന്റെ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ആ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ട്രപ്പീസോയിഡിന്റെ ലോഡൊക്കെ കണ്ടുപിടിക്കണം. സോ കോംപ്ലിക്കേഷൻ ആണ്. അതിന് വരെ നമ്മൾ ഈ സെക്ഷൻ എടുത്താൽ ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ, റിയാക്ഷൻ മാത്രമൊന്നുമില്ല. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, ട്രയാങ്കിളിൽ നിന്ന് മൊമെന്റ് കണ്ടുപിടിക്കുന്നു, നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒഴിവാക്കി റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്ത് ഇവിടെ കാൽക്കുലേഷൻ ചെയ്യാൻ പോകും. സോ വാട്ട് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് XX? Shear force at XX is nothing but the resultant force in the right side of the beam അല്ലെ. റിസൾട്ടന്റ് ഫോഴ്സ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി ബീം എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാണുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിളുടെ ഏരിയയാണ് അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിളുടെ ഏരിയയാണ് ഇവിടുത്തെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ ട്രയാങ്കുലർ ലോഡ് ആണെങ്കിൽ ട്രയാങ്കുലർ ലോഡ് ആക്ട് ചെയ്യുന്ന സ്പാനിലെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കുലർ ലോഡിന്റെ ഏരിയ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ട്രപ്പീസോഡ് ആണെങ്കിൽ ട്രപ്പീസോഡിന്റെ ഏരിയ ആയിരിക്കും. അതിന്റെ മുകളിൽ ഏത് ഷേപ്പ് ആണോ, ലോഡിംഗ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്താണോ, ആ ഷേപ്പിന്റെ ഏരിയ ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് XX കണ്ടുപിടിക്കണം. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ ലോഡ് ബിയോണ്ട് ദിസ് XX ടു ദ റൈറ്റ് സൈഡ് അല്ലെ. എന്താണ് ഈ ഏരിയ എന്ന് പറയുന്നത്, ഹാഫ് ഇൻറ്റു എക്സ് ഇസ് ദ ബേസ്, WX ഇസ് ദ ആൾട്ടിറ്റ്യൂഡ്. WX എന്ന് പറഞ്ഞാൽ WX/L എന്ന് നമുക്കറിയാം. W_x എന്ന് പറഞ്ഞാൽ W ഇൻറ്റു ഡിസ്റ്റൻസ് X ഡിവൈഡഡ് ബൈ L എന്ന് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചു. സോ യുവർ ഫോഴ്സ് ഈസ് ഹാഫ് എക്സ് ഇൻറ്റു WX/L. ഈ ട്രയാങ്കിളുടെ ഏരിയ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്. ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു WX/L, ഹാഫ് എക്സ് WX/L. അത് ഒരു കൂട്ടി എഴുതി കഴിഞ്ഞാൽ WX²/2L എന്ന് കിട്ടും. സോ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ XX is nothing but WX²/2L. ഇത് എഴുതാനുള്ള കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ലോഡ് ഈസ് നത്തിങ് ബട്ട് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ട്രയാങ്കിളുടെ, നമ്മൾ മറച്ചു വെച്ച സൈഡ് ഒഴിച്ച് ബാക്കിയുള്ള സൈഡിലെ ട്രയാങ്കിളുടെ ഏരിയ ആണ് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഷിയർ ഫോഴ്സ്. വേറെ ഫോഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് WX²/2L ആണ് ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ XX. സോ ഷിയർ ഫോഴ്സ് അറ്റ് XX കിട്ടി. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ, ഓരോ ഇമ്പോർട്ടന്റ് പോയിന്റിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക അല്ലെ. സോറി, അതിന് മുന്നേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇവിടുത്തെ സൈൻ കണ്ടുപിടിക്കണം. സോ നോക്കുക, എല്ലാ കാന്റിലിവറിന്റെ കേസിലെ പോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലോഡൊന്നും ഇല്ല നമ്മൾ അസ്യൂം ചെയ്യുന്നു. റൈറ്റ് സൈഡ് മാത്രം എടുക്കുന്നു. അവിടെ ഒരു ലോഡ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ, റൈറ്റ് സൈഡ് മൂവിങ് ഡൗൺ, റൈറ്റ് സൈഡ് മൂവ്സ് ഡൗൺ, റൈറ്റ് സൈഡ് മൂവ്സ് അപ്പ് അല്ലെ. റൺ ആണ് എന്ത്, നെഗറ്റീവ്. റൈറ്റ് അപ്പ് നെഗറ്റീവ് എന്നാണ് നമ്മൾ പഠിച്ചു. സോ റൈറ്റ് സൈഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇറ്റ് ഈസ് പോസിറ്റീവ് ഷിയർ അല്ലെ. റൈറ്റ് സൈഡ് താഴോട്ട് പോകുന്നു, റൈറ്റ് സൈഡ് താഴോട്ട് പോയാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഷിയർ. ഓർക്കുക, റൺ റൈറ്റ് അപ്പ് നെഗറ്റീവ് ആണ്, ഇവിടെ റൈറ്റ് സൈഡ് താഴോട്ടാണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് ഷിയർ. അങ്ങനെ നമ്മൾ ഷിയറിന്റെ സൈൻ പഠിച്ചു. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് WX²/2L. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റ് ഇക്വേഷൻ ഫോർ ഷിയർ അറ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. സോ നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഏതൊക്കെയാ, X is equal to 0. X is equal to 0 എന്ന് പറഞ്ഞാൽ ഫ്രീ എൻഡ് അല്ലെ. ഇവിടെ X 0 ആവുന്നത് ഫ്രീ എൻഡ് ആണ്. X is equal to 0 is free end. ഫ്രീ എൻഡിൽ ഈ ഇക്വേഷനിൽ X 0 കൊടുക്കുക. സോ WX²/2L. സോ X-ന് 0 കൊടുത്താൽ എന്തായും, 0 തന്നെയല്ലേ. X-ന് 0 കൊടുത്താൽ ഈ ഇക്വേഷൻ എന്താവും, 0 ആവും. സോ ഷിയർ ഫോഴ്സ് അറ്റ് X is equal to 0 is 0. അടുത്തത് ഇതിന്റെ എവിടെ വേണം, ഷിയർ ഫോഴ്സ് അറ്റ് ദ എൻഡ് അല്ലെ.
നമ്മുടെ ഫിക്സഡ് എൻഡിൽ, അതായത് സപ്പോർട്ടിൽ നമുക്ക് ഷിയർ ഫോഴ്സ് വേണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. സോ എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ സപ്പോർട്ടാണ്. സപ്പോർട്ടിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സില് ഇക്വേഷനിൽ എക്സിന് പകരം എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2l. എല്ലും ക്യാൻസൽ ആയാൽ ഫൈനലി യു വിൽ ഗെറ്റ് ഡബ്ല്യു എൽ ബൈ 2. സോ ഡബ്ല്യു എൽ ബൈ 2 എന്ന് പറയുന്നതാണ് ഷിയർ ഫോഴ്സ് അറ്റ് ദ സപ്പോർട്ട്. W0 എന്ന് പറയുന്നതാണ് ഷിയർ ഫോഴ്സ് അറ്റ് ഫ്രീ എൻഡ്. സോ ഈ കർവ് വരച്ച് നമുക്ക് അതിന് ജോയിൻ ചെയ്യാൻ ഒരു ലൈൻ വേണം. അതിന്റെ സൈൻ നമ്മൾ എങ്ങനെയാ പറയാം? ഇവിടെ നോക്കിക്കേ, എക്സ് എക്സിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് അല്ലെ. ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് എഴുതിയത് എക്സ് സ്ക്വയർ ആണ്. സോ ആ ഇക്വേഷനിൽ സ്ക്വയർ ടേം ഉള്ളത് കൊണ്ട് ദാറ്റ് ഷുഡ് ബി എ പാരാബോളിക് വേരിയേഷൻ. സോ എക്സ് എന്നായിരുന്നെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സെക്കൻഡ് ഡിഗ്രി പാരാബോളോ. എക്സ് ക്യൂബ് എന്നാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി തേർഡ് ഡിഗ്രി പാരാബോളോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടേബിൾ ഒക്കെ വരച്ച് പറഞ്ഞ അതേ കാര്യം. സോ ഇവിടെ എക്സ് സ്ക്വയർ എന്നാണ് ടേമിൽ വരുന്നത്. സോ നമ്മൾ ഇത് രണ്ടും വരച്ചു കഴിഞ്ഞിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കരുത്. നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാൻ പോകുന്ന ഷിയർ ഫോഴ്സിന്റെ എക്സിലുള്ള ഇക്വേഷൻ ആണ്, അതായത് ജനറൽ ഇക്വേഷൻ ആണ്. ആ ജനറൽ ഇക്വേഷനിൽ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2l എന്നാണുള്ളത്. എക്സിന്റെ ടേം സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് എ പാരാബോളിക് ലൈൻ വിച്ച് ഇസ് ഓഫ് സെക്കൻഡ് ഡിഗ്രി. സോ പാരാബോളയാണ് നമ്മൾ ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ കണക്ട് ചെയ്യാൻ വരയ്ക്കേണ്ട കർവ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോയിന്റ് എടുക്കാം. സോ ബേസ് ലൈൻ വരച്ചു. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, ഡബ്ല്യു എൽ ബൈ 2 ആണ്. പോസിറ്റീവ് ഷിയർ ആണ്. സോ ഇതിന്റെ ലൈനിന്റെ മുകളിലോട്ട് വരച്ചു. ഡബ്ല്യു എൽ ബൈ 2 ആണ്. സപ്പോർട്ടിലെ ഷിയർ 0 ആണ്. ഫ്രീ എൻഡിലെ ഷിയർ. സോ ഇതിനെ ജോയിൻ ചെയ്യേണ്ടത് അഗൈൻ എക്സിൽ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2l ആണ്. ഇതിനെ ജോയിൻ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ടേം വരുന്നതുകൊണ്ട് ഒരു പാരാബോളിക് ലൈൻ ആണ്. സോ ഞാൻ ഈ പാരാബോളിക് ലൈൻ വരച്ചു. ഇവിടെയാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് സ്ലൈഡിന്റെ അവസാനം പറഞ്ഞത്, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുമ്പോഴും പാരാബോളയാണെങ്കിൽ കർവിന്റെ സ്ലോപ്പ് ശ്രദ്ധിക്കണം എന്ന്. സോ ഞാനിവിടെ കർവ് വരച്ച് നോക്കി, ഇതിന്റെ അകത്തോട്ടാണ് കർവ് വരച്ചിരിക്കുന്നത് അല്ലെ. അതിന് കാരണം എന്താ? റിമെമ്പർ, ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു. അതായത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ലോഡ് ഡയഗ്രം അല്ലെങ്കിൽ ലോഡ് ഇന്റൻസിറ്റി ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ലോഡ് ഇന്റൻസിറ്റി ആണ്. സോ ലോഡ് 0 ആണെങ്കിൽ, ഒരു പോയിന്റിൽ ലോഡ് 0 ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് ഓൾമോസ്റ്റ് 0 ആയിരിക്കണം. ലോഡ് മാക്സിമം ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ലോഡ് 0 അല്ലേ. ലോഡ് 0 ആകുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നോക്കി. ഈ കർവ് ഒന്നെങ്കിൽ ഇങ്ങനെ ആവാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആവാമായിരുന്നു. നിങ്ങൾ മൂവ്മെന്റ് കാണുന്നുണ്ടോ? ഇങ്ങനെ ആവാമായിരുന്നു ഈ സ്ലോപ്പ്. ഇങ്ങനെ കർവ് ആകാമായിരുന്നെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് 0 ആവില്ലായിരുന്നു, മാക്സിമം വാല്യൂ. നേരത്തെ കണ്ട ഫിഗർ ഇല്ല, അതുപോലെ ഇരിക്കും. സോ ആ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സ്ലോപ്പ് 0 ആയതുകൊണ്ട് ഈ പോയിന്റിൽ 0 സ്ലോപ്പ് വരുന്ന പോലെ നമ്മൾ കർവ് സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, ഉള്ളിലോട്ട് എടുത്തു. എന്ത് കർവിന്റെ കർവ് ഉള്ളിലോട്ട് എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ദാറ്റ് മീൻസ് 0 ലോഡ് വരുമ്പോൾ, നമ്മൾ ലോഡിംഗ് ഡയഗ്രം ഇവിടെ കാണുന്നുണ്ടല്ലേ, ആ ലോഡിംഗ് ഡയഗ്രത്തിൽ 0 ലോഡ് വരുമ്പോൾ സ്ലോപ്പ് 0 ആയിരിക്കണം. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഡ് മാക്സിമം ആണ്. മാക്സിമം ലോഡിന് മാക്സിമം സ്ലോപ്പ് ആയിരിക്കണം അല്ലെ. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന ലോഡാണ് ഈ പോയിന്റ് അല്ലേ. സോ ഈ ലോഡിന്റെ വാല്യൂ മാക്സിമം ആണ് ഇവിടെ. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കർവ് വരയ്ക്കുമ്പോൾ ആ കർവിന്റെ സ്ലോപ്പ് ഷുഡ് ബി മാക്സിമം. സോ ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. നോക്ക്, ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ സ്ലോപ്പ് മാക്സിമം ആണ്. മറിച്ച് മറ്റേ കർവ് ആയിരുന്നെങ്കിൽ സ്ലോപ്പ് ഓൾമോസ്റ്റ് 0 ആണ്. നിങ്ങളൊന്ന് വരച്ചു നോക്കുക. കർവ് ഞാനിവിടെ വരയ്ക്കുന്നില്ല. സോ ഇവിടെ മാക്സിമം സ്ലോപ്പ് വേണ്ടത് കൊണ്ട് നമ്മൾ കർവ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ മിനിമം സ്ലോപ്പ് വേണ്ടതുണ്ട്, അതായത് 0 സ്ലോപ്പ് ആയതുകൊണ്ട് കർവ് ഇങ്ങനെ വരയ്ക്കുന്നു. അതുകൊണ്ട് ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ്. സോ ഇറ്റ് ഈസ് എ പാരാബോളിക് ഷേപ്പ് വിത്ത് പോസിറ്റീവ് വാല്യൂ. ഇങ്ങനെയാണ് ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ് ആണെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാം. ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലെത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യമുള്ളൂ. സോ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും വിഷയമായിട്ട് തോന്നില്ല, കാരണം നമ്മൾ എല്ലാ കർവ് ഇങ്ങനെ ഉള്ളിലോട്ടാണ് വരയ്ക്കുന്നത് അല്ലെ. ഈ ഒരു കർവ് എടുത്താലും കഴിഞ്ഞ പ്രോബ്ലത്തിലെ കർവ് ആയാലും എല്ലാം ഉള്ളിലോട്ട് തന്നെയാണ് വരച്ചത്. പക്ഷെ നമ്മൾ അതല്ലാതെ വരയ്ക്കുന്ന കേസും വരും. അപ്പോഴാണ് നമുക്ക് ഇത് കൂടുതൽ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രം. സോ വി ഹാവ് ഡ്രോൺ ഷിയർ ഫോഴ്സ് ഡയഗ്രം. വാട്ട് ഈസ് നെക്സ്റ്റ്? ഡ്രോയിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. സോ എങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ നോക്കാം. സോ ഫസ്റ്റ് ഫോർമുലേറ്റ് ഇക്വേഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് എക്സ്. നമ്മൾ വരച്ച എക്സ് എക്സ് സെക്ഷനിൽ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലെ.
സോ എക്സ് എക്സ് സെക്ഷൻ വരച്ചു. അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് WX/L ആണ്. ഇവിടെ 0 ആണ് എക്സ് ഡിസ്റ്റൻസ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ അങ്ങോട്ട് മറന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം? വാട്ട് എവർ ഈസ് ദ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് അല്ലേ? സോ റിസൾട്ടന്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ദ സെക്ഷൻ. നമ്മൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എടുത്തു. ആ ലോഡ് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ ട്രയാങ്കിളുടെ CGയിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ബോഡി എടുത്താലും ആ ബോഡീന്റെ ടോട്ടൽ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെന്ററോയിഡ് എന്ന് പറയാം. അതുപോലെ ഈ ഒരു ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് ട്രയാങ്കിളുടെ ലോഡ് ട്രയാങ്കിളുടെ ഷേപ്പിലാണ് അല്ലേ? സോ ഇവിടുത്തെ ടോട്ടൽ ലോഡ് എടുത്താൽ ആ ടോട്ടൽ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ട്രയാങ്കിളുടെ CGയിലായിരിക്കും. നമ്മൾ നേരത്തെ UDLന്റെ കേസിൽ ഒരു എക്സ് ഡിസ്റ്റൻസിൽ UDL ആണെങ്കിൽ x/2 എന്ന് എടുത്തില്ലേ? അതിന്റെ കാരണം എന്തായിരുന്നു? അതൊരു റെക്ടാങ്കുലർ ഷേപ്പാണ്. റെക്ടാങ്കുലർ CG എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ പകുതിക്കാണ്. അതുപോലെ ഈ ട്രയാങ്കിളിന്റെ കേസിൽ വന്നാൽ ഇതാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളുടെ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നതിന്റെ CGയിലായിരിക്കും. ട്രയാങ്കിളുടെ CG എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. സോ അത് വെച്ചാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലോഡ്? ഹാഫ് WX/L, ഹാഫ് ഇൻറ്റു ഹാഫ് BH ആണ് അല്ലെ? ഹാഫ് ഇൻറ്റു WX/L എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ്, എക്സ് എന്ന് പറഞ്ഞാൽ ബേസ്. സോ ഹാഫ് ഇൻറ്റു WX/L ഇൻറ്റു എക്സ്. ഈ WX/L എന്താ കണ്ടത്? നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാ. ഈ പോയിന്റിലെ ലോഡ് ഇന്റൻസിറ്റി ആണ്. സോ ഹാഫ് ഇൻറ്റു WX/L ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടോട്ടൽ ലോഡ്. ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഇൻറ്റു എന്ത് വേണം? ഡിസ്റ്റൻസ് ഫ്രം ദി CG ടു ദി സെക്ഷൻ. സോ ഈ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ട്രയാങ്കിളുടെ CGയിലാണ്. ആ CGന്ന് ഈ എക്സ് എന്ന് പറഞ്ഞ ആക്സിസിലോട്ട്, CGയിൽ നിന്ന് XX എന്ന് പറഞ്ഞ ആക്സിസിലോട്ടുള്ള മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ആ ഡിസ്റ്റൻസ് എന്താണ്? ആ ട്രയാങ്കിളുടെ CG ഫ്രം ദിസ് പോയിന്റ് അല്ലെ? ഈ ട്രയാങ്കിളുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോയിന്റ്. സോ ട്രയാങ്കിളുടെ ടേബിൾ വരച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിളുടെ h/3 ആയിരിക്കും. ഇങ്ങനെ കൂർത്ത വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അത് 2h/3 ആയിരിക്കും. ആ ഒരു ടേബിൾ വരച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കേ, ഈ പോയിന്റിലോട്ടാണ് എടുക്കേണ്ടത്. ഈ ഫ്ലാറ്റ് പോർഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അതായത് ട്രയാങ്കിളുടെ ബേസിൽ നിന്ന് വേണം. അപ്പോൾ h/3 ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് അവർ h ഈസ് എക്സ് അല്ലെ? ഓൾട്ടിറ്റ്യൂഡ് എക്സ് ആണ്. എക്സിന്റെ /3 ഇതിന്റെ CG. ഈ ട്രയാങ്കിളുടെ CG എന്ന് പറഞ്ഞാൽ x/3 സോ ആ x/3 ഇതിന്റെ റിസൾട്ടന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ റിസൾട്ടന്റ് ലോഡ് ഇൻറ്റു CG ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് ബെൻഡിങ് മൊമെന്റ് അറ്റ് XX. ഓക്കെ, ഈ ഒരു ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചു. ആ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് CGയിലാണ്. സോ ടോട്ടൽ ലോഡ് ഇൻറ്റു CG ഡിസ്റ്റൻസ് ആണ് എന്ത്? ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് യു ഗെറ്റ്? ടോട്ടൽ ലോഡ് ആക്ട്സ് അറ്റ് ദ CG ഓഫ് ദ ട്രയാങ്കിൾ and you will get the answer as WX3/6L. സോ WX3/6L എന്ന് പറയുന്നതാണ് മൊമെന്റ്. സോ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. നെഗറ്റീവ് ഇടാനുള്ള കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ പോലെ ഈ ബീമും വളയാൻ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ബീമ് വളയുന്നത് ഇങ്ങനെയായിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹോഗിങ് മൊമെന്റ്, ഹെൻസ് ദ വാല്യൂ ഈസ് നെഗറ്റീവ്. ഞാൻ ഒന്നുകൂടെ ബീമിന്റെ ഡിഫ്ലക്ഷൻ വരയ്ക്കാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസിൽ പോലെ ഇവിടെ മാത്രമേ ലോഡ് ഉള്ളൂ, മുകളിലോട്ട് ഫോഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇത് വളയാൻ പോകുന്നത് നേരത്തെ അതേപോലെ ആയിരിക്കും, ഇങ്ങനെ വളയും. സോ ഹോഗിങ് മൊമെന്റ് ആണ്. ഹോഗിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ബെൻഡിങ് മൊമെന്റ് ഈസ് WX3/6L which is നെഗറ്റീവ്. സോ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ കിട്ടി. At XX നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് 1 is x is equal to 0. At x is equal to 0, bending moment is 0. എങ്ങനെയാ? ഈ ഇക്വേഷനിൽ എക്സിന് പകരം 0 എടുക്കുക. At x is equal to 0, bending moment is 0. Again, bending moment at x is equal to L. x is equal to L എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്. സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ എക്സിന് പകരം ഇവിടെ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ WL3/6L എന്ന് കിട്ടും. എല്ലും ക്യാൻസൽ ആയി പോയാൽ you will get the final answer as WL2/6. So bending moment at support is WL2/6. Bending moment at free end is 0. Bending moment at free end is 0 ആണ്. സപ്പോർട്ടിൽ WL2/6 ആണ്, which is negative, ഹോഗിങ് മൊമെന്റ് ആയതുകൊണ്ട്. സോ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാം. അതിന് മുന്നേ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ഈ രണ്ട് പോയിന്റ് കണക്ട് ചെയ്യുന്ന കർവ് എന്താണെന്ന് അറിയണം. ഇവിടെ നോക്കിക്കേ, x³ ആണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സിന്റെ ടേം. നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതിയതിന്റെ എക്സിന്റെ പവർ എന്ന് പറയുന്നത് ക്യൂബ് ആണ് അല്ലെ? സോ ദ വേരിയേഷൻ ഈസ് എ പാരാബോള വിത്ത് ക്യൂബിക് വേരിയേഷൻ. സോ 3rd degree പാരാബോള, ക്യൂബിക് പാരാബോളയാണ് നമ്മൾ വരയ്ക്കേണ്ടത്.
So joined by a parabolic line which is cubic. X cube ആയതുകൊണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എൽ സ്ക്വയർ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എക്സിൽ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ആണ് നോക്കുന്നത്. ആ ജനറൽ ഇക്വേഷനിൽ എക്സിന്റെ പവർ ക്യൂബ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി എ പാരാബോളിക് ലൈൻ വിത്ത് ക്യൂബിക് വേരിയേഷൻ. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ് എടുക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എൽ. എക്സ് ഈസ് ഈക്വൽ ടു എല്ലിന് മൊമെന്റ് എത്രയാ? നെഗറ്റീവ് സൈഡിൽ. അത് മീൻസ് ഈ ലൈനിന്റെ താഴോട്ട് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 6. നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ലൈനിന്റെ താഴോട്ട് ഇടുന്നു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 6. Again, if we come here, it is 0. You have to join. It should be a parabola and it is cubic. Cubic parabola എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കർവ് വ്യത്യസ്തപ്പെട്ടിരിക്കും. So if you draw it something like this, എന്നുവെച്ചാൽ പാരാബോള ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ക്യൂബിക് പാരാബോള എന്ന് മാർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഇത് ഞാൻ എഴുതിയതുപോലെ ക്യൂബിക് വേരിയേഷൻ ആയിരിക്കും എന്ന് എഴുതിയാലും മതി. സോ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 6 ഇതിന് ജോയിൻ ചെയ്ത് ഡബ്ല്യു എസ് ക്യൂബ് ബൈ 6 എന്ന് വെച്ചു. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഇവിടെ ഈ കർവ് വരയ്ക്കാനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ ഇങ്ങനെയല്ല വരച്ച് ഇങ്ങനെ വരച്ചത്. കാരണം എന്തായിരിക്കും? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 കർവിന്റെ സ്ലോപ്പ് ഈസ് 0. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്. ഷിയർ ഫോഴ്സ് മാക്സിമം ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ കർവ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇനി എല്ലാ പ്രോബ്ലത്തിലും ഞാനത് പറഞ്ഞെന്ന് വരില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബേസ്ഡ് ഓൺ ദിസ് ആണ് നമ്മൾ ഇത് വരയ്ക്കുക എന്നുള്ളത്. സോ ഇറ്റ് ഈസ് എ ക്യൂബിക് പാരാബോള. ഇങ്ങനെയാണ് ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക. ജസ്റ്റ് സെൽഫ് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് പ്രാക്ടീസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് എനി ടൈം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെയും ഓവർ ഹാങ്ങിങ് ബീമിന്റെയും ഇതുപോലെ ഡിഫറെന്റ് ലോഡ് കേസ്, സ്റ്റാൻഡേർഡ് ലോഡ് കേസസിന് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കും. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.